ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയുവും കിരണും കല്യാണിയും കൂടിയിട്ട് ആ ഗ്രൗണ്ടിലൂടെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ കുറച്ച് നടക്കുന്നുണ്ട്. സരയു ആണെങ്കിൽ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ നോക്കുകയാണ്, അവൻ വന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ സമയത്ത് കിരൺ പറയുന്നുണ്ട്, ഇനി നിങ്ങൾ നടക്കും, ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ഇത്തിരി അങ്ങ് നീങ്ങി നിന്നിട്ട് അവൻ അവിടെ എക്സസൈസ് ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് സരയു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇത് പറ്റിയ അവസരമായിരുന്നു, അവൻ വന്നിരുന്നെങ്കിൽ ഒരെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റില്ല എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അപ്പോൾ അവളങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അല്ല ഇവളില്ലാതായി കഴിഞ്ഞാൽ ഞാനും കിരണും കൂടി തന്നെ ഈ ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്നും പറഞ്ഞ് ആ ഒരു കാര്യം അവളങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ കിരണും സരയും മാത്രമായിട്ട് വരികയാണ്. അങ്ങനെ ആ സമയത്ത് സരയുവിന് നടക്കാൻ പറ്റുന്നില്ല. സരയു പറയുന്നുണ്ട്, കിരൺ എനിക്ക് നടക്കാൻ വയ്യ, തീരെ വയ്യ കാലുകൊണ്ട് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവളങ്ങനെ വീഴാൻ പോവുകയാണ്. അങ്ങനെ വീഴാൻ പോകുന്ന സരയുവിനെ കിരൺ അങ്ങനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ച കണ്ട് നമ്മുടെ സരയുവിന് സന്തോഷമാണ്. സരയു അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കല്യാണി ചോദിക്കുകയാണ്, എന്താ സരയു ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഒന്നുമില്ല, ഞാൻ അവൻ അവിടെ ഒരു കസർത്ത് കാണിക്കണ കണ്ടിട്ട് ചിരിച്ചു പോയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിരൺ അവിടെ പുഷപ്പ് എടുക്കുകയാണ്. അപ്പോൾ അതൊരു 100 എടുക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് കല്യാണി. അങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് 2 പേര് ഒരു 2 വീലറിൽ ഹെൽമെറ്റൊക്കെ വെച്ച് വരികയാണ്. ഏകദേശം കണ്ടു കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ കൂട്ടുകാരാണെന്നുള്ള ഒരു തോന്നൽ, അങ്ങനെയുള്ള രീതിയിലുള്ളവരാണ് വരുന്നത്. അപ്പോൾ അവരവിടെ ഹെൽമെറ്റൊക്കെ ഊരി വെച്ചിട്ട് അവരങ്ങനെ പതുക്കെ വരികയാണ്. ഇത് കാണുന്ന സരയുവിന് സന്തോഷമാവുന്നുണ്ട്, അവൻ്റെ കൂട്ടുകാരാകോ എന്നുള്ള രീതിയിൽ. പക്ഷേ കിരണും ഇത് കാണുന്നുണ്ട്. കിരൺ ഇവരെ കാണുമ്പോൾ പേടിയാവാണ്. കിരൺ എന്തായാലും അവരെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. കല്യാണി ആണെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അവരവിടെ നേരെ വരുന്നത് ഇവരുടെ അരികിലേക്ക് തന്നെയാണ്. പക്ഷേ അവരുടെ സൈഡിലൂടെ അങ്ങ് പോവുകയാണ് അപ്പുറത്തേക്ക്. അപ്പോഴേക്കും കിരൺ അവിടേക്ക് പാഞ്ഞു വരികയാണ്. കിരൺ പറയുന്നുണ്ട്, വന്നവർ കണ്ടോ, വിക്രം അവൻ ഒരുത്തൻ പുറത്തിറങ്ങിയിട്ടുണ്ടല്ലോ, അവൻ്റെ കൂട്ടുകാരെങ്കിലും ആണോ ആവോ എന്നിങ്ങനെ പറയുമ്പോൾ, കിരണേട്ട ഇത് ഗ്രൗണ്ടാണ്, ആർക്ക് വേണമെങ്കിലും വന്നൂടെ, കിരണേട്ട എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ചീള് കേസാണ് അവൻ, എന്നാലും അവനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അത് ശരിയാണ് കിരണേ എന്നിങ്ങനെ സരയും പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പിന്നീട് നമ്മുടെ താരയെ കാണിക്കുകയാണ്. താരയാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. മകള് പോയിട്ടുള്ളത് കല്യാണിക്ക് അപകടം ചെയ്യാൻ തന്നെയാണെന്ന് താരയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞ വാക്കുകൾ ഓരോന്നായി താര ഓർത്തെടുക്കുകയാണ്. അതിനുശേഷം തൻ്റെ ഫോൺ എടുത്തിട്ട് കല്യാണിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ മെസ്സേജിൻ്റെ ശബ്ദം കേൾക്കുന്ന കല്യാണി ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, താരയാൻ്റിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്, സൂക്ഷിക്കണം മോളെ എന്നാണ് മെസ്സേജ് എന്ന് പറയുമ്പോൾ സരുവിന് ആദ്യം ദേഷ്യം വരികയും അതിനുശേഷം സരയു പറയാണ്, അത് ശരിയാണ്, ഞാനിങ്ങോട്ട് പോരുന്നു എന്ന് അറിഞ്ഞപ്പോൾ എന്നോടും പറഞ്ഞായിരുന്നു കല്യാണിയോട് സൂക്ഷിക്കണമെന്ന്. താരയാൻ്റിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, നല്ല പേടിയുണ്ട് എല്ലാവർക്കും എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. എന്നാലേ നമുക്ക് പോയാലോ എന്നൊക്കെ ചോദിക്കാൻ, ശരി. അപ്പോൾ അവളിങ്ങനെ പിന്നിലോട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട് സരയു, അവനെ കാണുന്നില്ലല്ലോ എന്നൊരു രൂപത്തിൽ. അതിനുശേഷം നമ്മുടെ സരയു നേരെ വരുന്നത് താരയുടെ വീട്ടിലേക്ക് തന്നെ. അങ്ങനെ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അപ്പം താര അവിടെ അങ്ങ് ഇരിക്കുന്നുണ്ട്. താരയെ അരികിലേക്ക് ചെന്നിട്ട് എന്താ നിങ്ങൾ ചെയ്തത് എന്നും ചോദിച്ച് അവളുടെ ആ കുരക്കിനെ അങ്ങ് പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കല്യാണിക്ക് മെസ്സേജ് അയക്കും അല്ലേ, സൂക്ഷിക്കണം മോളെ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ആ സമയം വിടാൻ പറയുന്നുണ്ട് നമ്മുടെ താര. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നേക്കാൾ ഇഷ്ടം അവളെയാണല്ലേ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം മോളെ വേണ്ടേ, നിങ്ങളുടെ സ്വന്തം കൊച്ചുമോളെ നിങ്ങൾക്ക് വേണ്ടേ, ഈ ഇടക്കാലത്തിലെ നിങ്ങളുടെ സ്വന്തം മകളെയും കൊച്ചുമോളെയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്, അത് നിങ്ങൾ നഷ്ടപ്പെടുത്താനാണ് ഉദ്ദേശം, അത് ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ അവളെ മതിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. എനിക്ക് ഭർത്താവാകാൻ പോകുന്ന ആളെ തട്ടിയെടുത്തത് അവളല്ലേ, അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ എൻ്റെ സുഖസൗകര്യങ്ങൾ ഇല്ലാതായത്, എൻ്റെ സന്തോഷം ഇല്ലാതായത്, അതുകൊണ്ട് ഞാൻ എന്തിനാ അവളെ നോക്കുന്നത്, അവളില്ലാതായ എനിക്ക് സന്തോഷം കിട്ടും, അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഇതിനു മുമ്പ് നിങ്ങൾ അവൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എൻ്റെ വളർത്തമ്മയായിരുന്നെങ്കിൽ എൻ്റെ ആഗ്രഹത്തിനൊപ്പം തന്നെ നിന്നേന്, പിന്നെ ഞാൻ എന്താഗ്രഹിച്ചാലും എനിക്കൊപ്പം കൂടെ നിൽക്കും, നിങ്ങളങ്ങനെയല്ല എന്നിങ്ങനെ പറഞ്ഞ് ശാരിയെ പുകഴ്ത്തി പറയുകയാണ് നമ്മുടെ സരയും. ഇനി ഇങ്ങനെ വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം വളർത്തമ്മയുടെ കൂടെ ഞാൻ പോകും, ഞാൻ നിങ്ങളെ സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ട് വരെ നിങ്ങളെ കൊല്ലാൻ നോക്കിയതാണ്, അറിയാലോ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശനെ കാണിക്കുകയാണ്. അപ്പോൾ പ്രകാശനാണെങ്കിൽ ആകെ അവശനായിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് കാദംബരി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കാദംബരി ചോദിക്കുകയാണ്, എവിടെയായിരുന്നു ഇന്നലെ രാത്രി എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ നമ്മുടെ
പ്രകാശം വന്നിട്ട് അങ്ങനെ അവിടെ ഇങ്ങനെ തളർന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങളോടാ ചോദിച്ചത്, നിങ്ങൾ ഇന്നലെ എവിടെയായിരുന്നു, മോൻ്റെ കൂടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേഗം തന്നെ പ്രകാശൻ അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പം അകത്തേക്ക് എത്തുമ്പോൾ അവിടെ കാർത്തികയും അതുപോലെ കല്യാണിയും ഉണ്ട്. പിന്നെ നമ്മുടെ കാദംബരിയും കാണാണല്ലോ. എൻ്റെ 3 പെൺമക്കളും ഇവിടെ തന്നെ ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ എന്താ ഒരു മാറ്റം പോലെ, അച്ഛൻ എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അവർ. അച്ഛൻ ഇന്നലെ എവിടെയായിരുന്നു, അതെ മോൻ്റെ കൂടെ ആയിരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതെ അവൻ്റെ കൂടെ ആയിരുന്നു ഞാൻ എന്ന് പറയുന്നുണ്ട്. അത് ശരി, സായാഹ്നത്തിലാണെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ മോൻ്റെ കൂടെ ആയിരുന്നോ, വിക്രത്തിൻ്റെ കൂടെ ആയിരുന്നോ എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ കാദംബരി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മക്കളെ നിങ്ങൾ 3 പേര് ഇവിടെ ഉള്ളതിൽ 3 പേരും എൻ്റെ കൂടെ ഒന്ന് വായോ എന്ന് പറയുന്നുണ്ട്. എവിടേക്ക് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലം വരും, ഒന്ന് വായോ എന്ന് പറയാണ്. അപ്പോൾ കാർത്തിക പറയുന്നുണ്ട് കല്യാണിക്ക് അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനല്ലാന്ന് അറിയില്ല. അറിയാം മോളെ അറിയാം. അപ്പോൾ കല്യാണി പറയുന്നുണ്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പോൾ ഇപ്പം വരാം മോളെ, ഇപ്പം വരാം, ആ ഒരു കുഴപ്പമുണ്ടാവില്ല ആർക്കും, വായോ അച്ഛ വിളിക്കുന്നതല്ലേ വായോ എന്ന് പറഞ്ഞങ്ങനെ അവർ പോകണോ എന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ വായോ നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണിയാണ് മുൻകൈ എടുത്തിട്ട് അങ്ങനെ അവരവിടെ നിന്നും പോവുകയാണ്. നേരെ പോകുന്നത് ആ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ അവർ അത് ആരുടെ വീടാ എന്ന് ചോദിക്കുന്നുണ്ട് കാറിൽ ഇരുന്ന് കൊണ്ട് തന്നെ. അപ്പോൾ പ്രകാശനാണെങ്കിൽ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അത് പെൺമക്കളും ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്, അവൻ ഇവിടെയുണ്ടോ ഈ വീട്ടിലും, വിക്രം ഞങ്ങളെ 3 പേരെ അവനെ കൊല്ലാനിട്ട് കൊടുക്കുകയാണോ, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വേണ്ട കല്യാണി നമുക്ക് പോകണ്ട എന്ന് പറയുമ്പോഴും അച്ഛൻ അങ്ങനെ നമ്മളെ കൊല്ലാൻ ഉദ്ദേശിക്കട്ടെ, അച്ഛനെ നമ്മൾ അത്ര അധികം സ്നേഹിച്ചിട്ട് അച്ഛന് നമ്മളെ സ്നേഹം തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ അച്ഛൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, എനിക്കൊരു പേടിയില്ല, ഞാൻ എന്തായാലും പോകും, നിങ്ങൾ വരുന്നെങ്കിൽ വായോ എന്ന് പറഞ്ഞിട്ട് കല്യാണി അങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നീ ഒറ്റയ്ക്ക് പോകണ്ട ഞങ്ങളും കൂടി വരാമെന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടെ ഇറങ്ങുകയാണ്. അങ്ങനെ പ്രകാശൻ ഇറങ്ങുന്നില്ല. പ്രകാശൻ അങ്ങനെ ആകെ തളർന്നിരിക്കുകയാണ്. അച്ഛൻ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ വാ മക്കളെ വാ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകണം. വാതിൽ തുറക്കട്ടേട്ടാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അകത്തെത്തുന്ന പ്രകാശന് വേഗം തന്നെ അവിടെ കൈ ഇങ്ങനെ ആകെ തളർന്നൊരു മട്ടിലിങ്ങനെ വരികയാണ്. എന്നിട്ട് കൈ ചൂണ്ടി മുകളിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അതാ നമ്മുടെ വിക്രത്തിനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ് കൊന്നിട്ട്. അപ്പോൾ ആ സമയത്ത് അവർ 3 പെൺമക്കളും തലയ്ക്കും അതുപോലെ വായിലൊക്കെ ഇങ്ങനെ കൈവച്ച് പോവുക എന്തായി കാണുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെ ദേ നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ ആങ്ങളെയാണ് കിടക്കുന്നത്, കണ്ട മരിച്ച് കെട്ടിത്തൂക്കിയതാണ് ഞാൻ, കൊന്നതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ആകെ സങ്കടപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദ്യം ഞാൻ എന്തെന്ന് വെച്ചാൽ അവനെ വലിയൊരു ഇരുമ്പ് വടി കൊണ്ട് അവൻ്റെ തലക്കടിച്ചു. അവൻ അപ്പം തന്നെ ബോധം കിട്ടി വീണു. അപ്പോൾ അവന് ഞാൻ എന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ ഞാൻ അവനോട് പറഞ്ഞു ഇവിടെ ഇരുന്നിട്ട്. പക്ഷെ അവനൊന്നും കേട്ടില്ല. അപ്പോൾ ആ ഒറ്റയടിയിൽ തന്നെ അവൻ മരിച്ചു എന്നാണ് അതിലുള്ള അർത്ഥം. അങ്ങനെ അതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ദേ നിങ്ങളുടെ സഹോദരൻ കണ്ട, ഞാൻ ഒരുപാട് സ്നേഹിച്ച എൻ്റെ വിക്രമാദിത്യ മോൻ ചക്രവർത്തി ദേ കിടന്നാടണ കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് പ്രകാശൻ നല്ലൊരു അഭിനയം തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ പ്രകാശൻ പറയുന്നത്. അപ്പം എന്തായാലും 3 പെൺമക്കളും പ്രകാശനെ കെട്ടിപ്പിടിക്കുകയാണ്. പ്രകാശന് 3 പെൺമക്കളെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.